മനുഷ്യ ചരിത്രത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് എന്നതാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ പാഠ്യപദ്ധതികളിലൊക്കെ നാം പഠിച്ചു വന്നത്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 10,000 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു പാരമ്പര്യമൊന്നും മനുഷ്യർക്ക് ഇല്ല എന്നത് സത്യസന്ധമായി ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒന്നാമതായി ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചയച്ചത് ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഒരുപാട് കാലങ്ങൾ അഥവാ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമൊന്നും സത്യത്തിൽ അതിനില്ല. സൂചിപ്പിച്ചതുപോലെ 10,000 വർഷത്തിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ചരിത്രമേ മനുഷ്യന് ഭൂമിയിലുള്ളൂ. ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അത് ഓരോ കാലഘട്ടത്തിലും ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. ഒരു സംഭവം അതേ രൂപത്തിലോ അതിന് സമാനമായ രൂപത്തിലോ ഓരോ കാലഘട്ടത്തിലും ആവർത്തിക്കുക എന്നത് ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ആ ആവർത്തനത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ആമുഖ ഭാഷണത്തിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു പ്രബോധന ദൗത്യമൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ മക്കളെയും പേരമക്കളെയും അടങ്ങുന്ന സമൂഹത്തെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന വളരെ ചുരുങ്ങിയ ദൗത്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു തലമുറ, പ്രപഞ്ച സൃഷ്ടാവിനെ അല്ലാതെ മറ്റൊരു ആരാധ്യനിലേക്കും ആശയോ ആശ്രയമോ അർപ്പിക്കാത്ത ഒരു തലമുറ. പിന്നീട് ചെറിയ ചെറിയ വഴികേടുകളും അബദ്ധങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ഇദ്രീസ് നബിയെ നിയോഗിക്കുകയാണ്. ഇദ്രീസ് നബിക്കും വലിയ ഒരു ദൗത്യമൊന്നും മുന്നിലുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും തന്റെ അനുയായികളിലേക്ക് എത്തിക്കുക എന്ന കേവല ദൗത്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ വദ്, സുആ, യഊസ്, യഊഖ്, നസ്ർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇദ്രീസ് നബിയിൽ നിന്നും പഠിച്ച ആദർശവും കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം തങ്ങളുടെ തലമുറകൾക്ക് പകർന്നു കൊടുത്തു. അതിങ്ങനെ പഠിപ്പിച്ച് അവർ വലിയ മഹാന്മാരായ പണ്ഡിതർ അവരുടെ വിവരം തങ്ങളുടെ കൂടെ ജീവിക്കുന്നവരിലേക്ക് പകർന്നുകൊടുത്ത് അവരും മരണപ്പെട്ടുപോയി. ആ വദ്ദിനെയും സുആയിനെയും യഊഖിനെയും നസ്റിനെയും ഒക്കെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവർ വലിയ പണ്ഡിതരും മഹാന്മാരുമായിരുന്നു. പക്ഷേ അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അടുത്തതായി വന്ന തലമുറ ഈ വദ്ദിനെയും സുആയിനെയും യഊഖിനെയും നസ്റിനെയും ഒക്കെ വലുതായി ആദരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് വലിയ വില കൽപ്പിക്കുകയും അവരിരുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ, സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു ബഹുമാനം കാണിക്കുകയും അങ്ങനെ ഒരു തലമുറ കടന്നു പോവുകയും ചെയ്തു. പിശാചിന്റെ ദുർബോധനത്താൽ വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ആദരവ് ഒരൽപ്പം കൂടി അധികരിക്കുകയും ആ സ്ഥലത്തെ, ആ മഹാന്മാരായ പണ്ഡിതന്മാരിരുന്ന വലിയകളിരുന്ന സ്ഥാനത്തെ പ്രത്യേകമായി ആദരവ് അധികരിപ്പിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളുടെ പരിശ്രമമാണ് ഇബ്ലീസ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ ആദരവ് വർദ്ധിച്ച് അത് ആരാധനയിലേക്ക് എത്തുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളെല്ലാം ഈ പറയുന്ന വദ്ദിന്റെയും സുആയിന്റെയും യഊഖിന്റെയും നസ്റിന്റെയും മുന്നിൽ സമർപ്പിക്കാൻ ആരംഭിച്ചു. അവർക്ക് പ്രതിരൂപങ്ങളായി വിഗ്രഹങ്ങളെ അവർ സ്ഥാപിച്ചു.
അതിൻ്റെ മുന്നിൽ നേർച്ച വഴിപാടുകളും അതുപോലെ തന്നെ വിവിധങ്ങളായ ചടങ്ങുകളും ആരാധനകളും എല്ലാം അവരാരംഭിച്ചു. സത്യത്തിൽ അവരറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഒരു ഷിർക്കിലേക്ക്, ഈ മഹാന്മാരെ ആരാധിക്കുന്ന പ്രവർത്തനത്തിലേക്ക് അവരെത്തിയത്. കാലങ്ങളായി പിശാച് അവരുടെ മനസ്സിൽ ദുർബോധനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായി ലോകത്തേക്ക് കടന്നു വന്ന തലമുറ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴേക്ക് പച്ചയായ ഷിർക്കിലേക്ക് കടന്നു പോവുകയാണ്. ആ സമൂഹത്തിലേക്കാണ് ഒന്നാമത്തെ റസൂലായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാപ്പകലില്ലാതെ ജനങ്ങളോട് പ്രബോധനം നടത്തി. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വദ്ദും സുആഉം യഊഖും നസ്റിനെയും എല്ലാം നിങ്ങൾ വെടിയണം. അവരൊക്കെ മഹാന്മാരായിരിക്കാം, പക്ഷേ നേർച്ച വഴിപാടുകളും പ്രാർത്ഥനകളും അർത്ഥനകളും പ്രതീക്ഷയും എല്ലാം അർപ്പിക്കേണ്ടത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണെന്ന പ്രഖ്യാപനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാപ്പകലില്ലാതെ ജനങ്ങളോട് ഉപദേശിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ ആളുകൾ തയ്യാറായില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായി. അദ്ദേഹത്തിന്റെ മകനും ഭാര്യയും അടങ്ങുന്ന വലിയ ഒരു സമൂഹം അദ്ദേഹത്തെ നിരാകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് മാതൃകയായി മുമ്പൊരു റസൂലിന്റെ ചരിത്രം ഉണ്ടായിരുന്നില്ല. സ്വന്തം സമൂഹത്തിനെതിരെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്റെ സമൂഹത്തെ, അള്ളാഹുവെ നിന്നെ ധിക്കരിക്കുന്ന ഈ സമൂഹത്തെ നീ നശിപ്പിച്ചു കളയണേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ആ സമൂഹം മുഴുവനും വിശ്വാസികളല്ലാത്ത എല്ലാവരും മുങ്ങി നശിപ്പിക്കപ്പെട്ട ചരിത്രം നാം ഖുർആനിൽ നിന്ന് വായിക്കുന്നുണ്ട്. പിന്നീട് ഭൂമിയിൽ അവശേഷിച്ചത് തൗഹീദ് മാത്രമുള്ള ഒരു തലമുറയായിരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാകപ്പെട്ട ഒരു തലമുറ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ രക്ഷപ്പെട്ട് ഭൂമിയിൽ അവശേഷിച്ചു. ഞാനിതാണ് സൂചിപ്പിച്ചത്. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ നാം ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ നോക്കൂ, പിന്നീട് തലമുറകൾ കഴിയുമ്പോഴേക്ക് ഏതൊരു ആദർശത്തിലേക്കാണോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചത്, ആ ആദർശത്തിൽ നിന്നും പച്ചയായ ശിർക്കിലേക്ക് തലമുറകൾ കഴിയുമ്പോഴേക്ക് മനുഷ്യ സമൂഹം എത്തുന്നു. വീണ്ടും അള്ളാഹു പ്രവാചകന്മാരയക്കുന്നു. ധാരാളം അമ്പിയാക്കന്മാർ, 1,00,000-ലധികം വരുന്ന അമ്പിയാക്കന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഒരുപാട് മുർസലുകൾ അള്ളാഹു അയച്ചിട്ടുണ്ട്. തൗഹീദിലേക്ക് അവർ ക്ഷണിക്കുമ്പോൾ ഒരൽപ്പം ആളുകൾ മാത്രം വിശ്വസിക്കുകയും മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ആ പ്രവാചകനെ ആട്ടിയകറ്റുകയും പല പ്രവാചകന്മാരെയും കൊല ചെയ്യുകയും ചെയ്ത ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ഇത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമൂഹമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന സകല പ്രവർത്തനങ്ങളും ചെയ്തു വലിയ പോരാട്ടത്തിലൂടെ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അതിന്റെ പേരിൽ സകലമാന പരീക്ഷണങ്ങളും നേരിട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാട് കടത്തൽ അടക്കം അനുഭവിച്ച് കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന് തൗഹീദിന് വേണ്ടി ജീവിച്ച മഹാനായ മനുഷ്യനാണ്, പ്രവാചകനാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ കാലങ്ങൾക്ക് ശേഷം ഏതൊരു തൗഹീദാണോ അദ്ദേഹം പ്രബോധനം ചെയ്തത്, അതേ തൗഹീദിനെ ഘടകവിരുദ്ധമായിക്കൊണ്ട് അതേ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം കഅബയുടെ അരികിൽ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ചരിത്രത്തിന്റെ ആവർത്തനം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതേപോലെ ആയിരുന്നു, തൗഹീദിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത മഹാനായ പ്രവാചകൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ജനങ്ങൾ ശിർക്കിലേക്ക് പോകാൻ കാലങ്ങൾ വേണ്ടി വന്നിരുന്നില്ല. തൗറാത്ത് വാങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടപ്പോൾ തൂരി സീനയിലേക്ക് ധൃതിപ്പെട്ട് പുറപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു ചോദിച്ചു, എന്തേ മൂസാ നീ തിരക്കിട്ട് പോന്നത്? വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ, എന്തേ മൂസാ നീ തിരക്കിട്ട് പോന്നത്? അപ്പോൾ മൂസാ നബി ആത്മാഭിമാനത്തോടെ, അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഹും ഉലായി അലാ അഥരി വഅജിൽതു ഇലൈക റബ്ബി തർള, അല്ലാഹുവേ ഞാൻ എൻ്റെ ഖൗമിനെ സംബന്ധിച്ച് പേടിക്കുന്നില്ല, തൗഹീദുള്ളവരാണവർ,
അവരെ സംബന്ധിച്ച് എനിക്കൊരു ഭയവുമില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു. പക്ഷെ അള്ളാഹു പറയാണ്, മൂസാ നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. നീ അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം സാമിരി അവരെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അവർ പച്ചയായ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. പശുവിനെ ആരാധിക്കുന്ന നഗ്നമായ ശിർക്കിലേക്ക് അവർ പോയിട്ടുണ്ടെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് പറയാണ്. ഹാറൂനെ ഏൽപ്പിച്ചു വന്ന മൂസാ നബി അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ കൊണ്ട് തന്റെ സമൂഹം ശിർക്കിലേക്ക് പോയെന്ന്. 10ലധികം മുഅ്ജിസത്തുകൾ കണ്ണുകൊണ്ട് കണ്ട മനുഷ്യർ ബനൂ ഇസ്രായേൽ, മൂസാ നബിയിൽ നിന്നും മുഅ്ജിസത്തിന്റെ മാധുര്യം അനുഭവിച്ചവർ, സമുദ്രം രണ്ടായി പിളർക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവർ, പാറകളിൽ നിന്നും അരുവികൾ ഒഴുകി വരുന്നത് മുഅ്ജിസത്തായി കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചവർ, ആകാശത്ത് നിന്ന് മന്നയും സൽവയും ഇറക്കപ്പെടുന്നത് നേരിട്ട് അനുഭവിച്ചവർ, അവർ പച്ചയായ ശിർക്കിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു. ഇതാണ് സഹോദരങ്ങളെ എല്ലാ പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണിത്. അള്ളാഹുവിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് തൗഹീദിനു വേണ്ടി ജീവിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേ ഈസാ നബിയെയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിന്റെ പുത്രനാണ്, ദൈവപുത്രനാണെന്ന പേരിൽ അവരോധിച്ചത്. ഈസാ നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്. ഇതാണ് ചരിത്രത്തിന്റെ ആവർത്തനം. ഇവിടെയാണ് സഹോദരങ്ങളെ വലിയ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ദിവസങ്ങൾ കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ശിർക്കിലേക്ക് പോയെങ്കിൽ 500 വർഷങ്ങൾ പിന്നിടും മുമ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അതേ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചുവെങ്കിൽ, തൗഹീദിനു വേണ്ടി ജീവിച്ച ഇബ്രാഹിം നബിയുടെ അതേ പ്രവാചകന്റെ വിഗ്രഹം കഅബയുടെ അരികിൽ സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ, എങ്കിൽ സഹോദരങ്ങളെ 1400 കൊല്ലം കൊണ്ട് മുസ്ലിം സമൂഹം ശിർക്കിലേക്ക് പോയിട്ടില്ല എന്നും വഴിപിഴച്ചിട്ടില്ല എന്നും എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? എങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വസതഫ്തരികു ഹാദിഹിൽ ഉമ്മ അലാ 73, എന്റെ സമൂഹം 73ഓളം വിഭാഗമായി പിരിയും. മുമ്പ് കഴിഞ്ഞുപോയ ബനൂ ഇസ്രായേലർ 70, 71, 72 ഒക്കെയായി കക്ഷികളായി, വിഭാഗങ്ങളായി പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരൊറ്റ സംഘമൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, ഏതാണ് പ്രവാചകരെ ആ സംഘം? എല്ലാവരും നരകത്തിലേക്ക് പോകുമ്പോൾ, എല്ലാ വിഭാഗങ്ങളും നരകത്തിലേക്ക് പോകുമ്പോൾ ഏതാണ് സ്വർഗത്തിന്റെ കക്ഷി എന്ന പ്രവാചകനോടുള്ള സ്വഹാബത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സംഘടനക്കാർ, ഇന്ന ആദർശക്കാർ, ഇന്ന സംഘടനയിലെ ഇന്ന വിഭാഗക്കാർ എന്നല്ല മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇതായിരുന്നു: മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബാക്കളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ജീവിക്കുന്നത് ആ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണവർ. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തെ പിൻപറ്റുന്നവർ മാത്രമാണ് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗം, വിജയിക്കുന്ന കക്ഷികൾ. ബാക്കിയെല്ലാം നരകത്തിലാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നാം ചിന്തിക്കണം. എന്തെങ്കിലും വഴികേട് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, എന്റെ സമൂഹം മുമ്പ് കഴിഞ്ഞു പോയ യഹൂദികളെയും ക്രൈസ്തവരെയും മുൻവേദക്കാരെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. യഹൂദിയോ ക്രൈസ്തവനോ ഏതെങ്കിലും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ തലയിട്ട് നോക്കിയാൽ അവിടേക്ക് പോലും കയറി ചെല്ലും മുസ്ലിമായ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം യഹൂദിയെയും ക്രൈസ്തവനെയും എന്റെ ഉമ്മത്ത് പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് വഴിപിഴച്ചു പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്, ഈ സംഘടനക്ക്, ഈ കൂട്ടായ്മക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്:
ഏതെങ്കിലും ഒരു സംഘത്തിന്റെയോ സംഘടനയുടെയോ മെമ്പർഷിപ്പ് നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് നമ്മുടെ പ്രശ്നങ്ങളുടെ മുന്നിലും നമുക്ക് പരിഹാരമായുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തെ പിന്തുടരുക എന്നുള്ളതാണ്. ഖുർആനും ഹദീസുമാണ് നമ്മുടെ പ്രമാണം. അള്ളാഹുവും പ്രവാചകനുമാണ് നമുക്ക് മതവിധികൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഭിന്നിപ്പും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ നിലക്കുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനും ഹദീസുമാണ് നമ്മുടെ പ്രമാണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആദർശത്തിലേക്കാണ് ഈ കൂട്ടായ്മ, ഈ പ്രസ്ഥാനം നിങ്ങളെ എല്ലാ കാലത്തും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇനി വരാനിരിക്കുന്ന സംസാരം ഏറ്റവും കൃത്യമായി ശ്രദ്ധിക്കുകയും യഥാർത്ഥ മനുഷ്യരുടെ ചരിത്രത്തിൽ സംഭവിച്ച ആവർത്തിച്ചാവർത്തിച്ച് സംഭവിച്ച സ്ഖലിതങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചരിത്രം പഠിക്കുകയും ഏതെങ്കിലും അബദ്ധം വിശ്വാസത്തിലോ കർമ്മത്തിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് യാതൊരു മടിയും കൂടാതെ തിരുത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം ഇത് പരലോകത്തെ വിഷയമാണ്. ദുനിയാവിൽ നമുക്ക് ന്യായങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഞങ്ങൾ വലിയ സംഘമാണ്, ഞങ്ങളാണ് ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിൽ വെച്ച് നമുക്ക് സമർത്ഥിക്കാനും വാക്ചാതുര്യത കൊണ്ട് പിടിച്ചു നിൽക്കാനും കഴിയും. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടുന്നത് പ്രവാചകനും സ്വഹാബാക്കളും ഏതൊരു മാർഗത്തിൽ ജീവിച്ചോ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ട് ഈ ആദർശത്തിലേക്കാണ് എല്ലാ കാലത്തും മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിച്ചത്. ആ ക്ഷണമാണ്, ആ ദഅവത്താണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം അവന്റെ മതത്തെ കൃത്യമായി പഠിക്കുകയും ആ ആദർശത്തെ കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാം റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.